Let's dance. കാണുവാനും ഓർമ്മകളിൽ സൂക്ഷിക്കാനും ഒരുപാട് നൃത്ത വിസ്മയങ്ങൾ തീർക്കുകയാണ് ലെറ്റ്സ് ഡാൻസ് സീസൺ 2. അങ്ങനെ ഇന്നത്തെ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് തുടങ്ങാറായി. പക്ഷെ അതിനു മുമ്പ് നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ സിസ്ലിംഗ് പെയർ ഓഫ് ജഡ്ജസ്. പ്ലീസ് വെൽക്കം ലൈല മജ്നു, റോമിയോ ജൂലിയറ്റ്, and our chief judge Shanti Master. ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് 3 റൗണ്ട്സ് ആണ്. മെഡലി മിക്സ്, മെലഡി റൗണ്ട് ആൻഡ് ഫെസ്റ്റിവൽ റൗണ്ട്. നമ്മുടെ ഫസ്റ്റ് പെർഫോമൻസ് ഒരു ഉത്സവ കാഴ്ചയാലോ? Yes, it's a festival round. So please welcome Madhu and Sandra for the festival round. സാൻഡ്ര, മധു, ലാസ്റ്റ് റൗണ്ട്സ് ഒക്കെ നന്നായിട്ട് ചെയ്തു അല്ലേ? പുതിയ റൗണ്ടിൽ ഫസ്റ്റ് ആണ്, അപ്പോ നന്നായിട്ട് ചെയ്യാ, ഒരു അടിപൊളി പെർഫോമൻസ് കാഴ്ചവെക്കാം. താങ്ക് യു. വേൽമുരുകാ ഹരോഹരാ വേലായുധാ ഹരോഹരാ. ശൂരൻ പടയുടെ ചെമ്പട കൊട്ടിക്കോലം തുള്ളും താളം, വീരൻ പടയുടെ വൻമുടി ഏറ്റിക്കൊട്ടിക്കേറും താളം. ഇത് മുള്ളൻ കൊല്ലിക്കുന്നിൻ മേലെ കാവടി എന്തും മേളം, ഇന്നക്കരയുള്ളവൻ ഇക്കരയെത്തും തക്കിടി തക്കിലടി മേളം. ഇത് മാമലമേലെ സൂര്യനുദിക്കും പുലരിക്കതിരിൻ വെള്ളിത്തേരെ, കാടും മലയും പുഴയും കടന്ന് കയറി വരുന്നൊരു വള്ളിത്തേരാണേ. വേൽമുരുകാ ഹരോഹരാ ഹോ, വേലായുധാ ഹരോഹരാ ഹോയ്, വേൽമുരുകാ ഹരോഹരാ ഹോ, വേലായുധാ ഹരോഹരാ. ശൂരൻ പടയുടെ ചെമ്പട കൊട്ടിക്കോലം തുള്ളും താളം, വീരൻ പടയുടെ വൻമുടി ഏറ്റിക്കൊട്ടിക്കേറും താളം. ഇത് പുള്ളൻ കൊല്ലിക്കുന്നിൻ മേലെ കാവടി എന്തും മേളം, ഇന്നക്കരയുള്ളവൻ ഇക്കരയെത്തും തക്കിടി തകിലടി മേളം. ഇത് മാമലമേലെ സൂര്യനുദിക്കും പുലരിക്കതിരിൻ വെള്ളിത്തേരെ, കാടും മലയും പുഴയും കടന്ന് കയറി വരുന്നൊരു വള്ളിത്തേരാണേ. വേൽമുരുകാ ഹരോഹരാ ഹോ, വേലായുധാ ഹരോഹരാ ഹോയ്, വേൽമുരുകാ ഹരോഹരാ ഹോ, വേലായുധാ ഹരോഹരാ. ഈ താരകാതുരനെ വടിവേലിൽ പോക്കാനല്ലോ തിരുവന്നൂരിൽ വടിവേലൻ വന്നു. ഈ ശൂരപത്മന്റെ ശൗര്യമടക്കാനല്ലോ സേനാപതിയായി തിരുമുരുകൻ വന്നു. പടിയാറം കേറിച്ചെന്നാൽ അമ്പലമുണ്ടേ, തേരും തിറയുമുണ്ടേ, മുടിവട്ടം മുടിയിൽ കാത്തും മൂത്തോർക്കെല്ലാം തെയ്യത്തിന്റെ ഹരിയുണ്ടേ. വെട്രിവേൽ മുരുകാ മുരുകാ, വേൽമുരുകാ ഹരോഹരാ ഹോ, വേലായുധാ ഹരോഹരാ ഹോയ്, വേൽമുരുകാ ഹരോഹരാ ഹോ, വേലായുധാ ഹരോഹരാ. ശൂരൻ പടയുടെ ചെമ്പട കൊട്ടിക്കോലം തുള്ളും താളം, വീരൻ പടയുടെ വൻമുടി ഏറ്റിക്കൊട്ടിക്കേറും താളം. ഇത് മുള്ളൻ കൊല്ലിക്കുന്നിൻ മേലെ കാവടി എന്തും മേളം, ഇന്നക്കരയുള്ളവൻ ഇക്കരയെത്തും തക്കിടി തകിലടി മേളം.
സാൻഡ്ര ഒരു എനർജി പാക്ക് പെർഫോമൻസ് ആയിരുന്നു. ഞാൻ ഇനി ജഡ്ജസ് എന്താ പറയുന്നത് നമുക്ക് നോക്കാം. ലൈല മജ്നു. ഹായ് മധു ആൻഡ് സാൻഡ്ര. ഹായ്. മധു നിങ്ങളെ കാണുമ്പോൾ ഒരു മുരുകർ പോലെ ഉണ്ട്, സൂപ്പറാ ഇരിക്കുക. പിന്നെ സാൻഡ്ര മധു നല്ല പെർഫോമൻസ്, കൊറിയോഗ്രാഫി വാസ് ഗുഡ്. കുറച്ച് ക്ലംസി ആയിട്ടുണ്ടായിരുന്നു, ഫിനിഷിംഗ് ഇല്ല, അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. മധുവിടെ ഡാൻസ് ചെയ്യുമ്പോൾ അല്ലേ വെരി കാഷ്വൽ ആൻഡ് വെരി നീറ്റ്, അതുപോലെയാണ് ചെയ്യുന്നത് ഡാൻസ്. ജസ്റ്റ് അത് പെർഫെക്ഷൻ മാത്രം നോക്കിയാൽ മതി. എന്താ നമ്മൾ ഹെവി ആയിട്ട് ചെയ്യുമ്പോൾ അത് മാത്രം നോക്കിയാൽ മതി. സാൻഡ്ര വെരി ഗുഡ് ഗുഡ് ഗുഡ്. ഇത് പിന്നെ കോൺസെപ്റ്റ് വൈസ് നോക്കുമ്പോൾ ഐ ലൈക്ക് ദ കോൺസെപ്റ്റ്, ഇറ്റ് വാസ് വെരി ഗുഡ് കോൺസെപ്റ്റ്. ആൻഡ് ഡ്രസ്, ദ പ്രോപ്പർട്ടീസ്, പിന്നെ ലാസ്റ്റ് നമ്മൾ മുരുകൻ എൻട്രി കൊടുത്ത് ഫിനിഷിങ്, ഇറ്റ് വാസ് ലൈക്ക് എ ഫെസ്റ്റിവൽ ഫോർ മീ. ഗുഡ്. ബട്ട് സ്മോൾ ചെറിയ ചെറിയ മിസ്റ്റേക്സ് അവിടെ അത് കുറച്ച് കറക്റ്റ് ചെയ്യുന്നു. ഓക്കെ ഓക്കെ. റോമിയോ ജൂലിയറ്റ്. മധു, സാന്ദ്ര, ഹായ്. എന്തായാലും ഈ ഒരു ഫെസ്റ്റിവൽ റൗണ്ടിന് ഈ ഒരു മലയാളം സോങ് സെലക്ട് ചെയ്തത് അപ്രീഷിയേറ്റ് ചെയ്തു. നിങ്ങളത് മാക്സിമം ജസ്റ്റിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്റ്റേജിൽ ചെയ്യാവുന്ന മാക്സിമം സംഭവങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്, മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിലുള്ള എല്ലാവരും ആ ഒരു മൈൽ വരുന്ന ഇതൊക്കെ. പക്ഷേ എനിക്ക് ഫീൽ ചെയ്ത മധുവിൻ്റെ മുഖത്തൊരു കൺഫ്യൂഷനോ ഒരു ടെൻഷനോ എന്തോ ഉണ്ടായിരുന്നു. അത് ഭയങ്കര പെട്ടെന്ന് ആ പെട്ടെന്ന് എല്ലാം കളിക്കാൻ കളിക്കാൻ നന്നായിട്ട് ചെയ്യാറുണ്ട് എനിക്ക്. പക്ഷെ പെട്ടെന്ന് ടെൻഷനായി പോയി. പെട്ടെന്ന് എല്ലാം സെറ്റ് ചെയ്യാനായിട്ട് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം മധു ഇത്രയും സെറ്റിങ്സ് ഒക്കെ വരുമ്പോഴും നമുക്കൊരു മിനിമം ടൈമല്ലേ ഉണ്ടാവുള്ളൂ. പക്ഷേ യു ഡിഡ് എ ഗുഡ് ജോബ് മധു. ഞാൻ ജസ്റ്റ് ഒരു ഇത് പറഞ്ഞതേ ഉള്ളൂ. കാര്യം മധു സാന്ദ്ര എന്ന് പറഞ്ഞാൽ പൊട്ടാസ് ബോംബാണ്. അത് എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഹൈ എക്സ്പെക്ടേഷനാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇതിനേക്കാളും മധു പറഞ്ഞ സത്യമാണ്, ഇതിനേക്കാളും ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാമായിരിക്കും. ഇറ്റ്സ് ഓക്കെ, ഇറ്റ് ഹാപ്പൻസ്. മധു ഒന്ന് ഓർത്തിരുന്നാൽ മതി. നെക്സ്റ്റ് ഇതിൽ കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിട്ട് കുറേ കൂടെ ഇൻവോൾവ് ചെയ്ത് ചെയ്യാമായിരുന്നു. സെയിം. പക്ഷേ അതിൽ അങ്ങനെ നമുക്കൊരു ന്യായം ഒരു എക്സ്ക്യൂസ് പറയാൻ പറ്റില്ല. കാര്യം എന്ന് പറഞ്ഞാൽ സാന്ദ്രയും മധുവിൻ്റെ കൂടെ വന്നതാണ്. സാന്ദ്രയുടെ മുഖത്ത് അതില്ലായിരുന്നു. അത്രേ ഉള്ളൂ. ഒരു പെർഫോമർ എന്ന് പറയുമ്പോൾ നമ്മളൊരു 5 മിനിറ്റ് നമ്മൾ പെർഫോം ചെയ്യുന്ന മാത്രമേ വ്യൂവേഴ്സ് കാണുള്ളൂ. അത് നമ്മുടെ മാനസികാവസ്ഥ എന്താണ്, നമ്മൾ ഇതിന് മുന്നേ എന്തായിരുന്നു, നമ്മൾ എത്ര കഷ്ടപ്പെട്ടാണ് നമ്മൾ സ്റ്റേജിൽ വന്ന്, നമുക്ക് ടൈം കിട്ടിയോ ഇല്ലയോ, അതൊന്നും കാണുന്നവർക്ക് അറിയില്ല. നമ്മൾ ആ 5 മിനിറ്റ് നമ്മൾ ചെയ്യുന്നത് നല്ലതാണോ ഇല്ലയോ, ഇത് എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നു. അവർ ജഡ്ജ് ചെയ്യും, നമ്മുടെ പ്രേക്ഷകർ ജഡ്ജ് ചെയ്യും. അത് ഓക്കെ, അത് മധുവിൻ്റെ പെർഫോമൻസ് മാത്രമല്ല, നമ്മൾ പറയുന്ന കമൻസ് കൂടെ കറക്റ്റ് ആണോ എന്ന് പ്രേക്ഷകർ ജഡ്ജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്ക്യൂസിലെ കാര്യമല്ല. പക്ഷേ ഇറ്റ് വാസ് ഗുഡ് മധു. എനിവേ ഡു വെൽ, വിഷ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ജഡ്ജസ്. ശാന്തി മാസ്റ്റർ. ഹായ് മധു, ഹായ് സാന്ദ്ര. ഹായ്. ഒരു ഫെസ്റ്റിവൽ റൗണ്ടിന് വേണ്ടിയിട്ട് നിങ്ങൾ കൊണ്ടുവന്ന പാട്ടും ഈ പെർഫോമൻസ് വളരെ ഗ്രാൻഡ് ആയിരുന്നു. വിഷ്വലി കാണാൻ ഈ സ്റ്റേജ് നിറഞ്ഞിട്ട് ശരിക്കും ഫെസ്റ്റിവൽ തന്നെയായിരുന്നു. വെരി ഗുഡ് സെലക്ഷൻ ഓഫ് സോങ്, വെരി ഗുഡ് സെലക്ഷൻ ഓഫ് ഫെസ്റ്റീവ് മൂഡ്. മോനു, ഒരുപാട് പ്രശ്നങ്ങളും അതായത് നമുക്ക് പെർഫോമൻസ് ചെയ്യുമ്പോൾ അത് ഒന്നും നമ്മളെ ബാധിക്കാൻ പാടില്ല, അത് റിഫ്ലക്റ്റേ ആവാൻ പാടില്ല. എന്ത് എക്സ്ക്യൂസ് ആവട്ടെ, നമ്മുടെ ആ ഒരു 5-6 മിനിറ്റ് നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ അത് നമ്മുടെ മുഖത്തോ അല്ലെങ്കിൽ നമ്മുടെ പെർഫോമൻസോ ബാധിക്കാൻ പാടില്ല. അതൊരു ക്വാളിറ്റി പഠിക്കുന്നത് നല്ലതാണ്. പിന്നെ കൂടെ ചെയ്ത ബോയ്സ് കുറച്ചും കൂടി ഇൻവോൾവ് ചെയ്തിട്ട് ചെയ്യണം. നിങ്ങളെല്ലാം ഒരു കടമയ്ക്ക് വേണ്ടിയിട്ട് ഡാൻസ് ചെയ്തു, അടിച്ചു പൊളിക്കണം. നിങ്ങൾ ഒരു ആഘോഷം, ആ ഒരു സന്തോഷമെല്ലാം നിങ്ങളുടെ മുഖത്ത് വരണം. എല്ലാവരുടെ മുഖത്ത് ഇന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, ചെറുതായിട്ട് ഒരു ഇൻവോൾവ്മെന്റ് കുറവ് എനിക്ക് തോന്നി. പിന്നെ ലാസ്റ്റ് നമ്മുടെ മുരുകരുടെ വരവ് ഒരു സ്പെഷ്യൽ വരവല്ലേ, എന്തായിരുന്നു അറിയോ? ആ തുണി മാറ്റിയപ്പോൾ അപ്പോഴാണ് അവർ ഒരു പൊസിഷനിലേക്ക് പെട്ടെന്ന് ഇങ്ങനെ കൈവച്ചത്. അത് നമുക്ക് കാണാൻ പറ്റി. കുറച്ച് സമയം എടുക്കൂ, അവരുടെ പൊസിഷനിൽ വന്ന് സെറ്റിൽ ആവട്ടെ, പിന്നെ നമുക്ക് ആ തുണിയെ മാറ്റിയാൽ മതി. മനസ്സിലായോ ബോയ്സ്? ഇതെല്ലാം നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് ഇനി വരുന്ന റൗണ്ട്സിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി പെർഫോം ചെയ്യുമ്പോൾ ഇതെല്ലാം ഒന്ന് മനസ്സിലെടുത്തിട്ട് ചെയ്താൽ മതി. കുഴപ്പമില്ല, ഇത് നമുക്ക് പഠിക്കാനുള്ള ഒരു അവസരമായിട്ട് എടുക്കാം. അതുവഴി സാൻഡ്രവും മധുവും ഒരു നല്ല പേരാണ്, ബബ്ലി പേരാണ്. ഞങ്ങളുടെ ഈ സീസണിൽ നിങ്ങൾ 2 പേരും ഒരു ബബ്ലി, കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിൽ ഒരു സന്തോഷം വരും. അങ്ങനെയുള്ള ഒരു ജോഡിയാണ് നിങ്ങൾ 2 പേരും. ഇനി വരുന്ന റൗണ്ട്സിൽ ഇതെല്ലാം
തിരുത്തിയിട്ട് നല്ല രീതിക്ക് ചെയ്യണേ. മുരുക കൈ ഇങ്ങനെ വെക്കൂ. ആഹാ, ഈ മുരുകർ ദാണ്ട സൂപ്പർ കണ്ണ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ശാന്തി മാസ്റ്റർ. അപ്പൊ നമുക്ക് മാർക്സിലേക്ക് പോകാം. ലൈല മജ്നു 7 on 10. 7. റോമിയോ ജൂലിയറ്റ് 7.5 on 10. Thank you. ശാന്തി മാസ്റ്റർ 7 on 10. Thank you. 21.5 out of 30. Not bad. Judges പറഞ്ഞ പോലെ സ്റ്റേജിലേക്ക് വരുമ്പം ആ ചെറിയ ചെറിയ ടെൻഷൻസ് ജസ്റ്റ് forget it. Because what matters is dance. അല്ലേ? അപ്പോൾ all the best for the next round. Thank you. Thank you everyone. नींदे मींदे रहती है आजकल बस उसके ही ख्वाबों के लिबास में जाने कब थम गए ये कदम एक उसके ही घर के पास में रास्ता भूला मैं अपना रास्ता. I think your costume was little distraction. I mean, ஒரு distracted ஆன மாதிரி தோணுது. கொஞ்சம் ஸ்ட்ரெச் மூமெண்ட்ஸ் எல்லாம் லக்ஷ்மி பண்ணும்போது டிஸ்ட்ராக்ட் ஆன மாதிரி தோணுது. இப்போ நீங்கள் 3 கைண்ட் ஆஃப் ஸ்டைல்ஸ் പറയുന്നത് അപ്പോൾ എനിക്ക് സാൽസ ടാങ്കിന് നിങ്ങൾ ഹീൽസ് പോട്ടിട്ടുണ്ടാവണം. യു ഷുഡ് വെയർ യുവർ ഷൂസ്. ഇപ്പോൾ ഈ സാൽസ ടാങ്കിന്റെ കോസ്റ്റ്യൂം ഇല്ലല്ലോ. ഇപ്പം 3 ഡിഫറെന്റ് സ്റ്റൈൽ ആയതുകൊണ്ട് അത് തന്നെ പറയുന്നത്. സോ ദർ ഇസ് നോട്ട് എ പ്രോബ്ലം വിത്ത് ദ സ്റ്റേജ്. ദ പ്രോബ്ലം ഇസ് വിത്ത് യു. അന്ന് ഈ സ്റ്റേജിൽ നിന്നിട്ട് നിങ്ങൾ എല്ലാവരും തലയും ഇങ്ങനെ താഴ്ത്തിയിട്ട് പിന്നെ കണ്ണിൽ നീരും വർത്തിട്ട് ഒരു ഭയങ്കര ഫീലിങ്ങും എമോഷനും എല്ലാവരും കാണുമ്പോൾ അയ്യോ പാവം എന്ന് തോന്നിക്ക രീതിക്ക് അന്ന് അത് വന്നിട്ട് കാര്യമില്ല. ശൂരൻ പടയുടെ ചെമ്പട കൊട്ടിക്കോലം തുള്ളും താളം വീരൻ പടയുടെ വൻമുടി ഏറ്റിക്കൊട്ടിക്കേറും താളം ഇത് മുള്ളൻ കൊല്ലിക്കുന്നിൻ മേലെ കാവടി എന്തും മേളം ഇന്നക്കരയുള്ളവൻ ഇക്കരയെത്തും തക്കിടി തക്കിലടി മേളം ഇത് മാമലമേലെ സൂര്യനുദിക്കും പുലരിക്കതിരിൻ വെള്ളിത്തേരെ കാടും മലയും പുഴയും കടന്ന് കയറി വരുന്നൊരു വള്ളിത്തേരാണേ.